ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രതിഷേധം. വിധികർത്താക്കൾ കോഴ വാങ്ങി വിജയികളെ പ്രഖ്യാപിക്കുന്നുവെന്നാരോപിച്ചാണ് മത്സരാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. വിധികർത്താക്കളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ നല്ലതായതുകൊണ്ടല്ലേ. ഇപ്പൊ രാവിലെ ഭരതനാട്യം സ്റ്റേജിന്റെ പോരായ്മ കൊണ്ട് കൊച്ചു കൈകുട്ടി, എന്നിട്ട് പോലും അവിടെ തന്നെയാണ് നമ്മുടെ കൊച്ചിനെ ഫസ്റ്റ് ഡിഗ്രി ജഡ്ജസ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ കൊച്ചിനെ തട്ടിക്കളയാൻ പറ്റുന്ന അവർ ചോദിക്കുന്നത്. അത്രയും മനോഹരമായിട്ട് ആ പിള്ളേര് 4 പിള്ളേർ സ്റ്റേജിൽ തന്നിട്ടുണ്ട്. സ്റ്റേജിന്റെ കുഴപ്പം കൊണ്ട് ഞങ്ങൾ എങ്ങനെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേര് തന്നെ ഇവിടുന്ന് എല്ലാം കയറിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലി ഇങ്ങനെ ആക്കാം. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇടുക്കി റവന്യൂ സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് വലിയ തരത്തിലുള്ള ആരോപണം ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ജഡ്ജസ് കോഴ വാങ്ങിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനം നൽകുന്നു, അവരെ വിജയികളായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ആരോപണം ഉയരുകയും പരാതികൾ വലിയ തരത്തിൽ വരികയും ചെയ്തതോടുകൂടി ഇന്നത്തെ നൃത്ത ഇനങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുകയാണ്. അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മത്സരാർത്ഥികളെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്ന് കുട്ടികൾ എത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. സാധാരണക്കാരായ കുട്ടികളാണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് പലരും. അവർ സാമ്പത്തികം പല വഴിക്ക് കണ്ടെത്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു ദിവസത്തേക്ക് ആ മത്സരം മാറ്റിവെക്കുമ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പോലും വലിയ തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും വിഷമവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു നൃത്താധ്യാപകൻ ജഡ്ജസ്മാർക്കെല്ലാം കോഴ കൊടുത്തുകൊണ്ട് ഈ വിധി നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവരോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ആരോപണം. ഇതിനു മുമ്പും ഈ നൃത്താധ്യാപകനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. പല കുട്ടികളും വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ കലോത്സവ വേദികളിലേക്കൊക്കെ എത്തുന്നത്. അത് പൂർണ്ണമാക്കാൻ പറ്റാതെ മടങ്ങേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്, അല്ലേ? തീർച്ചയായിട്ടും പല കുട്ടികളും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവര് നൃത്തം അഭ്യസിച്ചും അല്ലെങ്കിൽ പല പല മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പല വർഷങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലമായിട്ട് ഒരേ അധ്യാപകന് തന്നെ പഠിപ്പിക്കുന്ന ഒരേ അധ്യാപകൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സബ് ജില്ലാ കലോത്സവത്തിൽ നിന്ന് തന്നെ വിവിധ സബ് ജില്ലകൾ കഴിഞ്ഞാണല്ലോ ജില്ലയ്ക്ക് വരുന്നത്. ആ സബ് ജില്ലാ കലോത്സവത്തിൽ തന്നെ അർഹരായ കുട്ടികളെ ഒന്നെങ്കിൽ അവരെ 3-ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് മാർക്കിന്റെ വലിയ ഡിഫറൻസിൽ ഇട്ടുകൊണ്ട് അവർക്ക് അപ്പീൽ പോലും കിട്ടാൻ കഴിയാത്ത വിധത്തിൽ അവരെ പൂട്ടുകയാണ്. അവിടുന്ന് തന്നെ രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. വലിയ പ്രതിഷേധം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉയരുന്നുണ്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ട്.